ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, വേറൊന്നുമല്ല, നമ്മുടെ റാഗിയാണ് കേട്ടോ. ഒരു 1.5 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് അളവിൽ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് വറുത്തെടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പം വറുത്തെടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ കൂടി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതിൻ്റെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാതെ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ പൊടി, ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് വീട്ടിലൊക്കെ അധികം വരുന്ന ചോറൊക്കെ ഇല്ലേ, ചോറൊന്നും കളയാതെ നമുക്കിത് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ. ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ പുട്ടുപൊടിയുടെ കൂടെ ഒരു 2 തവി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒട്ടും തന്നെ ഞാൻ ചേർക്കാതെ നല്ല അടിപൊളി ഒന്നും ഇടാതെ തന്നെ നമുക്ക് സമയം പെട്ടെന്ന് തന്നെ ലാഭിക്കാം കേട്ടോ. വളരെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പുട്ടുപൊടി തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു റെസിപ്പി ഓൾറെഡി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ അധികം വരുന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. അതങ്ങോട്ട് ഇട്ടൊന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ പുട്ട് ഉണ്ടാക്കിയെടുക്കാം. വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തേങ്ങ ഇട്ടങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റാഗി തന്നെ ആകുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തതും പിന്നെ റവയും കൂടി ചേർത്ത് കേട്ടോ. മിക്സഡ് ആണ്, 3 ഐറ്റം കൂടി മിക്സ് ചെയ്തെടുത്തെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ പുട്ടുകുറ്റി ഇങ്ങോട്ട് എടുക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പുട്ട് ആവി കയറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി അല്ലേ, സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. പുട്ട് കുഴച്ച് നനച്ച് ഇനി അതിന് സമയം കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ നല്ല ആവി വറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലൂടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഏത്തയ്ക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഏത്തയ്ക്കൊന്നും കിട്ടാൻ വഴിയില്ല, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ കേരള സ്റ്റോറുണ്ട്, അവിടെ നമ്മൾ ഏത്തയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത്തയ്ക്ക പുഴുങ്ങിയതും പപ്പടവുമാണ് ഞാൻ ഇതിലൂടെ എടുത്തിരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും സംഭവം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പപ്പടവും ഉണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ. നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡിലൊന്നാണല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളുടെ റാഗി പുട്ട്, റാഗിയെ നാട്ടെന്ന് തന്നെ പറയാം അല്ലേ, മിക്സഡാണ്, നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അല്പം പോലും വെള്ളം ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി പുട്ട്, അതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കണ്ടില്ലേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ.